പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. വിധിന്യായത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂരകൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടു പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോൺ രാജിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 തവണ ഗൂഗിളിൽ തിരഞ്ഞു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് ജയമാണ്, പ്രോസിക്യൂഷന് ജയമാണ്. ഞങ്ങളുടെ മുന്നിൽ വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷന് സാധിച്ചു. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെ. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ കേസിലെ തെളിവുകൾ സംരക്ഷിച്ചത് അദൃശ്യനായ ദൈവം. വിധി പ്രസ്താവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കോടതി. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതിലേക്ക് വഴി നയിച്ചത് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയ നിതാന്ത ജാഗ്രതയാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.